കറി വെക്കാനായിട്ട് കുറച്ച് ലിവർ എടുത്ത് നന്നായി വൃത്തിയാക്കി കഴുകി മസാല കൂട്ടി വെച്ചതാണ്. ഇതിൽ ഉപ്പ്, മുളക്, മഞ്ഞളാണ് ഇട്ടിട്ടുള്ളത്. ഇതിലേക്ക് വേണ്ടി 3 വല്ലുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 4 ചെറിയ കിഴങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട്, 3 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിലേക്ക് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ജീരകം പൊടിച്ചത് നമ്മളവിടെ കഴിഞ്ഞത് കാരണം കുറച്ച് വലിയ ജീരകം ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയും ചതച്ചപ്പോൾ. ഇതിനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്, കടായി ചട്ടി. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. കുഞ്ഞാപ്പ് റൂമിലൊക്കെ, ഗൾഫിലാവുമ്പോൾ റൂമിലൊക്കെ വെക്കണേ ആ ഒരു രീതിയിലാണ് ലിവർ കറി വെക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായിട്ട് ചട്ടിയിൽ ഇപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് വല്ലുള്ളി ഇട്ട് കൊടുക്കുകയാണ്. വല്ലുള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഇളക്കി കൊടുക്കണം. ഉള്ളി നന്നായി വഴന്ന് വരട്ടെ, അതോടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. വല്ലുള്ളി നന്നായി വാടി കിട്ടിയിട്ടൊന്നുമില്ല, അതിൻ്റെ മുമ്പ് തന്നെ കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. കിഴങ്ങ് അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതൊക്കെ നല്ല സാറായിട്ടൊന്ന് വാടി വരട്ടെ. ഇത് നമുക്ക് ഇതിലേക്ക് തക്കാളി കൊടുക്കുക. ഇവിടെ പിന്നെ മസാലയും അതിന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ചുണ്ട്, ആ പേസ്റ്റൊക്കെ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കണം. വാടിക്കൊന്നുമില്ല, ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ആയി വരാനുണ്ട്. നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം, കുറച്ച് അടച്ചേക്കാം. അപ്പോൾ ഉള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ നല്ല ലെവലിൽ ഇങ്ങനെ മൂത്ത് വരുന്നപ്പോൾ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. വലിയ ജീരകം കൂട്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചിയും ചെറുള്ളിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത്. അത് ചേർത്ത് കൊടുത്തു. ഇത് നല്ലോണം നമ്മുടെ മൂത്ത് വരട്ടെ. നമ്മൾ കുറച്ച് നേരം എന്ത് ചെയ്യാം, ഇത് അടച്ചേക്കാം. നല്ല മൂത്ത് വരട്ടെ. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നന്നായി നമ്മൾ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. കിഴങ്ങൊക്കെ നല്ല പോലെ ഒന്ന് വാടി വഴന്ന് വന്നിട്ടുണ്ട്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ പച്ചമണമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് നമുക്ക് ഇളക്കിയിട്ട് മസാല കൊടുക്കും. എല്ലാവരും നല്ല സെറ്റായിട്ട് വരും. ഇനി തക്കാളി നന്നായി ഒന്ന് വാടി വരട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. തക്കാളി ഒന്ന് സോഫ്റ്റായി വരുവോളം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളിയൊക്കെ നല്ല പോലെ വാടി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക്, ലേശം മഞ്ഞൾപ്പൊടി കൊടുക്കാം. അത് മതി മസാല. കാരണം ലിവറിൽ അത്യാവശ്യം മസാല നമ്മൾ ഇത് ഇട്ടിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് നല്ല മൂത്ത് വരട്ടെ. അതുപോലെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം.
ചിക്കൻ്റെ മസാല ഉണ്ടാവും കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് ഗരം മസാല, ചിക്കൻ മസാല കുറച്ച് ഇട്ടെടുത്തു. ഗരം മസാല ഉപ്പിട്ടോ? കുറച്ച് ഇട്ടെടുത്തു. ഇപ്പം നമ്മൾ ആദ്യം ഓൾറെഡി ഇട്ടതല്ല, ഉള്ളി വാടാൻ വേണ്ടിയാണ്. കറിയിൽ ഉപ്പുണ്ടല്ലോ. കറിയിൽ ഉപ്പുണ്ടല്ലോ. അങ്ങനെ ആ മസാല ഒക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. വേണ്ട, മസാല ഒക്കെ നല്ല കിഴങ്ങ്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി ഒക്കെ നല്ല മസാലയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, ഈ ലിവർ ഇതിലെല്ലാ പൊടി ഇട്ട് ചേർത്ത് വെച്ചതാണ്. അത് നമുക്ക് ഇതിലേക്കാണ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നിരത്തി കൊടുക്കാം. ഈ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കറി നല്ല കുറുങ്ങനായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങളതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു. മസാലയ്ക്ക് ആവശ്യത്തിനുള്ള വെള്ളം, കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറി ആകെ വെള്ളമായി പോകും. അപ്പം നമുക്ക് ഒരു കുറുന്നനാക്കിയിട്ട് കറിക്കുള്ളതിന് വേണ്ടി വെള്ളം ഒഴിച്ചിട്ട് ഇനി കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 15 മിനിറ്റ് അടച്ചേക്കാം. അവിടെ കിടക്കട്ടെ, നല്ല ബന്ധമല്ല സാറായിട്ട് വരട്ടെ. അങ്ങനെ ഒരു 15 മിനിറ്റ് നമ്മൾ തിളപ്പിച്ചിട്ട് കറി നല്ല തിളച്ച് നല്ല വീട് വന്നിട്ട് നമുക്ക് നോക്കാം, ഇളക്കി നോക്കാം. ഇന്നത്തെ അയക്കണമെന്ന് എരിവ് കുറച്ച് ചേർത്തിട്ടുള്ളൂ, കുട്ടികൾക്ക് തിന്നാൻ വേണ്ടിയാണ്. എനിക്ക് എരിവ് പറ്റൂലല്ലോ. ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്തിക്കണം നോക്കാം. റെഡി. ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ കറി നല്ല ഉഷാറാവും. അങ്ങനെ ഒരു 10-20 മിനിറ്റ് നല്ലോണം നമ്മൾ തിളപ്പിച്ചു കറി. നമുക്ക് നോക്കാം വെന്തിക്കണോ എന്താ വയ്ക്കണത് എന്നൊക്കെ. ആഹാ, നല്ല വെന്ത് ഉരുളക്കിഴങ്ങൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ റൂമിൽ അവിടെ ഉണ്ടാക്കൽ. ഉരുളക്കിഴങ്ങൊക്കെ നല്ല അടിച്ച് പൊളിച്ച് വെന്ത് അടിപൊളിയായിട്ടുണ്ട്. ഗ്രേവി അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട്. അപ്പത്തിൻ്റെ ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കറിയാണ്. ചോറിൻ്റെ ഒപ്പം പറ്റും, ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ. ചപ്പാത്തി പൊറോട്ട ഒക്കെ ആണെങ്കിൽ ഒന്നുകൂടി ഉഷാറാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും തരുന്നുണ്ട്. ഇത് പോയാ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.